ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ടുഡേ നമുക്കൊരു ജസ്റ്റ് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാവുന്നതാണ്. ഇന്ന് ഞാൻ പഠിക്കുന്ന കർമ്മ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഓണ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ഉള്ളൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഞാനപ്പോൾ സെറ്റ് സാരി ആയിരുന്നു ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ്റെ കോസ്റ്റ്യൂമായിട്ട്. അപ്പോൾ സെറ്റ് സാരിയിൽ ഓൾമോസ്റ്റ് ഞാൻ അടിഭാഗം ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച് പിൻ ചെയ്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ തലഭാഗം മാത്രമാണ് എനിക്ക് എടുക്കാനുണ്ടായിരുന്നത്. അപ്പോൾ തലഭാഗം ഞാൻ ഓൾമോസ്റ്റ് അത് പ്ലീറ്റ് എടുത്ത് സെറ്റ് ചെയ്ത് പിൻ ചെയ്യാനൊക്കെ വെച്ചിരുന്ന സമയത്തായിരുന്നു തലഭാഗം എന്നേക്കാൾ കൂടുതലായിരുന്നു. കാരണം എനിക്ക് വലിച്ചുകൊണ്ട് നടക്കുന്ന രീതിയിലായിരുന്നു ഞാൻ തലഭാഗം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് വീണ്ടും അതെനിക്കൊരു പണി കിട്ടി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അടിഭാഗം ഒന്നും കൂടി അഴിച്ച് പിന്നെ അത് സെറ്റ് ചെയ്യേണ്ടി വന്നു. അതായിരുന്നു എനിക്ക് പറ്റിയിരുന്ന ഏറ്റവും വലിയൊരു അബദ്ധം എന്ന് പറയുന്നത്. കാരണം ഈ പ്ലീറ്റ് താഴേക്ക് എടുത്ത് വെച്ചത് പിന്നെ അഴിച്ച് കുത്താന്ന് പറയുന്നത് ഇച്ചിരി മെനക്കെട്ട പരിപാടിയായിരുന്നു. എന്നാൽ കൂടി പിന്നെ വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് അത് പിന്നെ ഓൾമോസ്റ്റ് നമുക്ക് തന്നെ ചെയ്യേണ്ടി വന്നു. ഞാനത് വീണ്ടും തലഭാഗം എടുത്ത് കുത്തിയതിന് ശേഷം ബാക്കി റിമൈനിങ് വന്നത് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുമായിരുന്നു. എങ്ങനെയോ ഒരു ഭാഗ്യത്തിന് സംഭവം സെറ്റായി എടുക്കുകയും ചെയ്തു. ഓൾമോസ്റ്റ് പ്ലീറ്റ് ഒന്നും എടുത്തു കഴിഞ്ഞിട്ട് നമുക്കത് കറക്റ്റ് പ്രോപ്പറായിട്ടൊന്നും എടുത്ത് തരാനായിട്ട് ഓൾറെഡി ഉണ്ടായിരുന്ന ഫ്രണ്ട്സിനാർക്കും അങ്ങനെ പ്രത്യേകിച്ച് അറിയില്ല. നമുക്കറിയാവുന്ന രീതിയിലൊക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടാണ് സൂചിയും കാര്യങ്ങളൊക്കെ എടുത്ത് കുത്തി ഓൾമോസ്റ്റ് നമ്മൾ അതിനുശേഷം നമ്മൾ ഫേസ് ഒന്ന് ടച്ചപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കയ്യിൽ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് എൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ഫൗണ്ടേഷനൊക്കെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്, ഫൗണ്ടേഷനും കൺസീലറൊക്കെ. അപ്പോൾ അതൊന്നും എടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനിവിടെ ഹോസ്റ്റലിൽ വന്നതിന് ശേഷം പിന്നെ വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് എൻ്റെ കറക്റ്റ് ഫൗണ്ടേഷനും കൺസീലറൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഉള്ളിൽ വെച്ചിട്ട് ലാക്മിയുടെ ഫൗണ്ടേഷൻ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുത്തു. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ടാൽക്കം പൗഡർ വെച്ചിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഫേസിലിട്ട് കൊടുത്തു. അപ്പോൾ അത് കുറച്ചും കൂടി നേരെ ലാസ്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് സംഭവം സെറ്റ് ചെയ്ത് വെറുതെ ജസ്റ്റ് ഒന്ന് പൗഡർ ഒന്ന് ഫേസിലൊന്ന് ഡാബ് ചെയ്ത് കൊടുത്തെന്ന് മാത്രം. അത് ഫുള്ളായിട്ട് നമ്മൾ സെറ്റ് ചെയ്തൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ആ സമയം കൊണ്ട് ഞാൻ ഇയറിങ്സും ഇട്ടു. പിന്നെ അതുപോലെ മുടി ഒന്ന് ജസ്റ്റ് ഒന്ന് അഴിച്ചിട്ടു. അതിനുശേഷം പിന്നെ എനിക്ക് ഫേസിൽ ഏറ്റവും കൂടുതൽ എൻ്റെ ഫേവറേറ്റ് എൻ്റെ ഐബ്രോസാണ്. ഐബ്രോസ് ഫില്ല് ചെയ്യുക എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും വലിയൊരു എനിക്ക് ഫേസിൽ എപ്പോഴും ഐബ്രോസ് എപ്പോഴും ഫില്ല് ചെയ്തിരിക്കുന്നത്. എന്ത് പരിപാടിക്കാണെന്നുണ്ടെങ്കിൽ ഐബ്രോസ് എനിക്ക് മസ്റ്റാണ്. പിന്നെ അതിനുശേഷം ഞാൻ അതിൻ്റെ ഇടയിൽ പോയിട്ട് കാജൽ അതുപോലെ തന്നെ പൊട്ട് വെച്ചിരുന്നു. പിന്നെ അതുപോലെ തന്നെ മസ്കാര യൂസ് ചെയ്തിരുന്നു. മുടി ഒന്ന് സെറ്റ് ചെയ്തു. അതൊന്നും പിന്നെ എടുക്കാനായിട്ട് ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം പെട്ടെന്നായിരുന്നു. പിന്നെ ഞാൻ ഓൾറെഡി ടാൽക്കം പൗഡർ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു കോട്ടൺ തുണി യൂസ് ചെയ്തിട്ട് ഒന്നും കൂടി സെറ്റ് ചെയ്തെടുക്കുമായിരുന്നു. പിന്നെ അതിനുശേഷം ഫുഡ് കഴിക്കാൻ പോയതിന് ശേഷം ലിപ്സ്റ്റിക്കും പിന്നെ ജസ്റ്റ് ഒരു ചന്ദനക്കുരി ഞാൻ ഇട്ട് കൊടുത്തു. ഇതായിരുന്നു എൻ്റെ ഫൈനൽ ലുക്ക് ഉണ്ടായിരുന്നത്. പിന്നെ നേരെ ഏലൂർ മുനിസിപ്പാലിറ്റി ഓഡിറ്റോറിയത്തിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അവിടെയായിരുന്നു നമ്മുടെ ഓണ സെലിബ്രേഷൻ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓണത്തുടുപ്പ് എന്നായിരുന്നു ഓണത്തിൻ്റെ തീമായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ മാവേലി വന്നു. ഇനാഗ്രേഷൻസ് കഴിഞ്ഞതിന് ശേഷമായിരുന്നു നമ്മുടെ കൾച്ചറൽ പ്രോഗ്രാംസും അതുപോലെ ഗെയിംസും ഉറിയടി അതുപോലെ തന്നെ വടംവലിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനൊപ്പം തന്നെ ഡാൻസും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഞങ്ങൾ അതിൻ്റെ എൻജോയ് ചെയ്തിട്ടുള്ളൊരു നല്ലൊരു ലവബിൾ മൊമെൻറ്റ്സ് ആയിരുന്നു ഈ പ്രാവശ്യത്തെ ഓണ സെലിബ്രേഷൻ കർമ്മ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ടുണ്ടായിരുന്നത്. ഊണ് അടിപൊളിയായിരുന്നു. പിന്നെ DJ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. സ്റ്റാഫ് ആയിക്കോട്ടെ സ്റ്റുഡൻസ് ആയിക്കോട്ടെ എല്ലാവരും ഓൾമോസ്റ്റ് എൻജോയ് ചെയ്തിട്ടുള്ളൊരു ഓണ സെലിബ്രേഷൻ ആയിരുന്നു 2025 കർമ്മ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ടുണ്ടായിരുന്നത്.